നമ്മുടെ ഗോൾഡ് ലോണിനെ സംബന്ധിച്ച് അന്നത്തെ റേറ്റ് അല്ല ഇന്നത്തെ റേറ്റ്. അന്ന് എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ പറഞ്ഞു വിടാം. ഇന്നിപ്പോൾ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ 5 ഗ്രാം കൊണ്ടുവരുന്നവരെ പറഞ്ഞു വിടാൻ പറ്റത്തുള്ളൂ. അന്ന് 50,000 ഉണ്ടെങ്കിൽ 5, 10, 15 ഗ്രാമുള്ളവരെ പറഞ്ഞു വിടായിരുന്നു. ഇന്ന് ഞാൻ ബിസിനസ് ഇട്ടു, അടുത്ത ദിവസം മുതൽ എനിക്ക് പ്രോഫിറ്റ്, ഒരു 6 മാസം കൊണ്ടേ പ്രോഫിറ്റ്. ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുകയുണ്ട്. ഏറ്റവും മാക്സിമം ഒരു 3 ഇയർ, ഏറ്റവും മിനിമം ഒരു 1 ഇയർ. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. എങ്ങനെയാണ് ആ ഒരു കാലഘട്ടം, ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലോക്കൽ ഏരിയ എന്താണോ അതൊക്കെ ചുറ്റിപ്പറ്റിയിരിക്കും ബാക്കി കാര്യങ്ങൾ. നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇട്ട് തന്ന മാലയാണെങ്കിലും കൊണ്ട് പണയം വെച്ചു, അതും ഒക്കാത്തതുകൊണ്ട് പിന്നെ വിറ്റു. വീട്ടിലൊരു കാറ് നമ്മൾ വിൽക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരുന്നു. കാറാണെങ്കിലും അന്നൊരു 2 പവന മാല കരുത്തി കിടക്കുന്ന നമുക്കൊരു പ്രൗഢിയൊക്കെ ആയിട്ട് നമ്മൾ സമയത്തൊക്കെ ഇറങ്ങി പോകാനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വിൽക്കേണ്ട വന്നു. നമ്മൾ ആദ്യത്തെ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ 9 to 5 ജോബ് തന്നെ ചെയ്യണം. സെൽഫ് എംപ്ലോയ്ഡ് തന്നെ, നമ്മൾ ബിസിനസ് മാൻ അല്ല. ടേണിംഗ് പോയിൻറ്റിൻ്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ടേണിംഗ് പോയിൻറ്റിൽ 2 വട്ടം വന്ന ഒരു വ്യക്തിയാണ് സച്ചിൻ. ഗോൾഡിലൂടെ ജീവിതം വിജയത്തിലേക്ക് എത്തിച്ച വ്യക്തി സച്ചിനാണ് ഇന്ന് ടേണിംഗ് പോയിൻറ്റിൽ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ടേണിംഗ് പോയിൻറ്റ്. താങ്ക് യു. ഇപ്പോൾ ഗോൾഡിന് ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലാണ്, റെക്കോർഡ് റേറ്റിലാണ് വില കയറിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കുഴപ്പമായിട്ടൊന്നുമില്ല. കാര്യം നേരത്തെ സംബന്ധിച്ച് നമുക്ക് നല്ലതാണെന്നേ പറയത്തുള്ളൂ. ആസ് ഒരു ഗോൾഡ് ലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ്സായിട്ട് നിൽക്കുന്ന എന്നെ സംബന്ധിച്ച് എത്രമാത്രം ഗോൾഡിന് റേറ്റ് കൂടുന്നോ അത്രയും ബെറ്ററാണെന്ന് ഞാൻ പറയും. ബിക്കോസ് ഓഫ് നമുക്ക് അതനുസരിച്ചിട്ടുള്ള ബിസിനസ് കൂടുതലായിട്ട് നടക്കും. അന്ന് 4,000 രൂപയാണ് ഒരു കസ്റ്റമറിന് ഒരു ഗ്രാമിന് ആവശ്യം. പുള്ളിക്ക് അവർക്കൊരു 6,000, 7,000 രൂപ വേണമെങ്കിൽ 4,000 കിട്ടത്തുള്ളായിരുന്നു. ഇന്നിപ്പോൾ 6, 7 അല്ല 10, 11,000 രൂപ വരെ നമുക്ക് ഗ്രാമിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സാധനം അന്ന് വെച്ചതിനെക്കാട്ടി കൂടുതൽ വാല്യൂ, ഗോൾഡിന് ആ ഒരു എമൗണ്ട് വാല്യൂ കിട്ടുന്നത് കൊണ്ട് ബിസിനസ് നമുക്ക് അത്രയും കൂടുക. പിന്നെ വെച്ച ഗോൾഡിൻ്റെ തന്നെ റിന്യൂവേഷൻ കൂടുക. ലൈക്ക് അന്ന് ഒരു 50,000 രൂപയ്ക്ക് വെച്ച കസ്റ്റമർ ഇന്ന് ആ ഗോൾഡ് മേ ബി ഒരു 1 lakh കിട്ടും. അപ്പോൾ അവർ വന്ന് ഇത് കൂടുന്നതനുസരിച്ചിട്ട്, അവർ വന്ന് വീണ്ടും പുതുക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ് കസ്റ്റമേഴ്സ് അതിന് ബിസിനസ് വീണ്ടും കൂടി വരത്തേ ഉള്ളൂ. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈവൻ കമ്പനിയെ സംബന്ധിച്ചും ബിസിനസ്സിനെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും നമുക്ക് പഴയതുപോലല്ല, ഫണ്ടിങ്ങിൻ്റെ റോളിങ്ങിൽ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതൊഴിച്ച് നിർത്തിയ ബിസിനസ് മറ്റേതിനെക്കാട്ടി ഫ്ലോ ആയിട്ട് നടക്കുന്നു. ഫണ്ടിങ് മാത്രം നോക്കിയാൽ മതി. നേരത്തെ ഒരു 5 കസ്റ്റമർ ആണെങ്കിൽ ഇന്ന് 10, 15 കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. കാര്യം അത്രയും വാല്യൂ കൂടി കിടക്കുന്നുണ്ട്. എല്ലാവർക്കും പൈസയ്ക്കാണല്ലോ ആവശ്യം. 1 ഗ്രാം വെച്ച ആൾക്ക് 4,000 എങ്കിൽ 1 ഗ്രാം വെച്ച ആൾക്ക് 10, 11,000 രൂപ വരെ കിട്ടുന്നത് കൊണ്ട് ബിസിനസ്സിന് നമുക്ക് ബെറ്ററാണ്. ഗോൾഡ് എത്രമാത്രം കൂടുന്നോ അത്ര നല്ലതാണ്. പിന്നെ ഒരു നോട്ടായിട്ട് പറയാനാണെങ്കിൽ എത്രമാത്രം ഗോൾഡ് നമ്മളിൽ ഇരിക്കുന്നോ, ഈവൻ നമ്മുടെ സേവിങ്സ് ആയിട്ടിരിക്കുന്നോ അത്രയും ബെറ്റർ. കാര്യം അങ്ങോട്ട് എമൗണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൂടി വരുത്തതേ ഉള്ളൂ. അപ്പം അന്ന് 1 ഗ്രാം ഇരുന്ന ആളുടെ കയ്യിൽ ഇന്നിപ്പം ആ 1 ഗ്രാമിൻ്റെ റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര വ്യത്യാസം. ഇപ്പോൾ ഒരു 10, 30 വർഷം മുന്നേ മാരുതി 800 മേടിക്കാനായിട്ട് 1 ഗ്രാം വേണമെങ്കിൽ ഇന്ന് നമുക്ക് 1 ഗ്രാം കൊണ്ട് ബെൻസ് മേടിക്കാം എന്ന് പറയുന്ന പോലെ അത്രയും റേറ്റ് ഓഫ് വാല്യൂ ഭയങ്കരമായിട്ട് മിനിറ്റ് ബൈ മിനിറ്റ് ആണെന്ന് വെച്ചാൽ, പണ്ടെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഒരു 11 o'clock ഗോൾഡിൻ്റെ റേറ്റ് മാറുന്നത്. ഇന്ന് രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി 4 ടൈമിലൊക്കെയാണ് ഗോൾഡിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഉറങ്ങുന്ന സമയത്ത് പോലും റേറ്റ് മാറുക. ഇപ്പോൾ എത്ര ബ്രാഞ്ച് ആയിട്ടുണ്ട്? നമുക്കിപ്പോൾ കറൻ്റ്ലി 6 ബ്രാഞ്ചസാണ്. അപ്പം നമുക്ക് ഇതുവരെ ഗോൾഡ് ലോൺ എന്നൊരു സംഭവം മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയുള്ള ലോൺസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ എല്ലാ ഓഫീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ലോണിൻ്റെ ഒരു 100 or 200 square feet ഓഫീസാണ് നമ്മൾ ഇപ്പോൾ കറൻറ്റ്ലി എല്ലാം ഉള്ളത്. ഇപ്പം നമ്മൾ അടുത്ത നമ്മുടെ ഒരു September 3 നമുക്ക് 5th anniversary, 5ാമത്തെ ആനിവേഴ്സറിയാണ്. അപ്പം അന്ന് നമ്മളൊരു ചെറിയൊരു സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോകാനായിട്ട് അടുത്ത നമ്മുടെ 7ാമത്തെ ബ്രാഞ്ച്. ലൈക്ക് നമുക്ക് ഓരോ ലോൺസിനും ഓരോ ക്യാബിൻസ്, MDക്ക് പ്രത്യേകം ക്യാബിൻ, അങ്ങനെ ഒരു എൻലാർജ് ചെയ്തിട്ട് വലിയൊരു മിനി ബാങ്ക്. നമ്മളിപ്പോൾ സ്റ്റേറ്റ് കയറുമ്പോൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നമ്മൾ എങ്ങനെയാണോ കയറുന്നത് അതേ സെയിം ക്രൈറ്റീരിയയിൽ ഇൻഫ്രാ ഫുള്ള് ചെയ്തെടുത്ത് അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈസൻസ് ഒക്കെ എങ്ങനെയായിട്ടുണ്ട്? അപ്പോൾ ലൈസൻസ് എല്ലാം സെയിം തന്നെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ലോൺസും ഇപ്പോൾ കറൻറ്റ്ലി ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ലോൺ, വെഹിക്കിളിൻ്റെ തന്നെ നമ്മൾ സെക്കൻഡ്സ് ചെയ്യുന്ന റീഫിനാൻസ് ലോൺ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ ബാങ്കിങ് ത്രൂ ഈ പറഞ്ഞ DSA കോഡ് ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമ്മൾ കണ്ടിന്യൂറ്റി ചെയ്യുന്നതേ ഉള്ളൂ. ഇൻഫ്രയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പക്ക ഒരു ലാർജ് യൂണിറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഇതായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ലോൺ നമ്മൾ ആ ഒരു സെയിം ടു സെയിം നമ്മൾ ഓണായിട്ട് ചെയ്യുന്ന പോലെ തന്നെ പേരും എല്ലാം സെയിം ടു സെയിം.
പറഞ്ഞ പോലെ നമ്മൾ കുറച്ചും കൂടെ എല്ലാവരും ചെയ്ത് ആ ഒരു അത്രയും നമുക്കൊരു പ്രീമിയം കസ്റ്റമേഴ്സൊക്കെ വരുവാണെങ്കിലും ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് ഒരു ഇൻഫ്രയിൽ നമ്മൾ ഒരു ഓഫീസാണ് പക്ക ഒരു ബാങ്കിങ് സെക്ടർ എന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് അത് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 7th ബ്രാഞ്ച് അങ്ങനെ ആയിരിക്കും. അപ്പോൾ 6th ബ്രാഞ്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഇപ്പോൾ 4 ഇയർ കഴിഞ്ഞു. ഇപ്പോൾ സഹോദരിയുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയൊക്കെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് സച്ചിൻ സ്വന്തമായിട്ടൊരു സ്ഥാപനത്തിലേക്ക് തന്നെ എത്തിയത്. അതെ, ഒത്തിരി പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയായിരുന്നു. അതെ. അപ്പോൾ ഇനിയുള്ളൊരു കാലത്തിൽ ഇപ്പോൾ ഒരു ഗോൾഡ് ലോൺ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്തൊക്കെയാണ്? ഗോൾഡ് ലോൺ ഞാൻ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണപ്പണയത്തെ പറ്റി നമുക്കങ്ങനെ സ്വർണ്ണപ്പണയം നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത്ര ഇൻട്രസ്റ്റ് കിട്ടും, അതാണ് നമ്മുടെ പ്രോഫിറ്റ്, അങ്ങനെയൊന്നും വെച്ചിട്ടൊന്നുമല്ല ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പറഞ്ഞ പോലെ ഞാൻ ഗോൾഡ് കൊണ്ട് വെച്ച് ഞാൻ 50,000 രൂപയാണ് എനിക്കിപ്പോൾ ഈവൻ ഗോൾഡിൻ്റെ കാര്യം വിട്ടുതരാം. എനിക്കൊരാളൊരു 50,000 രൂപ ഞാൻ മേടിച്ചു, ഒരാളുടെ നിന്ന് കടം മേടിച്ചു. പുള്ളിക്ക് ഒരു മാസം കഴിഞ്ഞ് 55 കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 മാസമായിട്ട് 2 മാസമായിട്ട് 3 മാസമായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പം 5,000 3 മാസം 15,000 രൂപയായി. അപ്പം ഞാൻ കൊടുക്കുന്നത് 65,000 രൂപയായിരിക്കും. അപ്പം ഞാൻ ആലോചിച്ചാൽ കൊള്ളാലേ, 50,000 രൂപ പുള്ളി കൊടുക്കുന്നു, അയാൾക്ക് ഒരു വർക്കും ഇല്ല, പൈസ വീണ്ടും അടുത്ത പൈസ ഉണ്ടാക്കി പുള്ളിക്ക് തന്നെ കൊടുക്കുന്നു, 15,000 രൂപ എക്സ്ട്രാ 3 മാസം കൊണ്ട് കിട്ടി. ഇങ്ങനെ ഒരു 2 പേർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് 30,000 രൂപ ലാഭം, 3 പേർക്കാണെങ്കിൽ 45,000 രൂപ ലാഭം. അപ്പം ഈ സെയിം ക്രൈറ്റീരിയൻ്റെ വേറൊരു തലമാണ് ഈ പറഞ്ഞ പോലെ സ്വർണ്ണ പണയത്തിൽ ഞാൻ ഗോൾഡ് വെക്കുന്നു, അത് ഞാൻ സെക്യൂരിറ്റിയും കൂടെ വെക്കുന്നു, ഗോൾഡ് ലോൺ ചെയ്യുന്നു, ക്യാഷ് മേടിക്കുന്നു, ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നു. അപ്പം ഒരുപാട് ഡേ ബൈ ഡേ മന്ത് ബൈ മന്ത് ഒരു ക്വാർട്ടർലി ഹാഫ് ഇയറിലൊക്കെ കഴിഞ്ഞപ്പം ഈ പറഞ്ഞ 1 ലക്ഷത്തിനോ 1.5 ലക്ഷത്തിനൊക്കെ നമ്മൾ അടയ്ക്കുന്ന തുകയെന്നൊക്കെ പറയുമ്പം 15-25 രൂപയ്ക്കാണ് നമ്മുടെ എക്സ്ട്രാ പോണത്. അപ്പം ഞാൻ ആ ഒരു സംഭവം നോക്കിയപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഫിസിക്കൽ വർക്ക് വേറെ ഇല്ല, മെൻ്റലി വേറെ വർക്കില്ല, സ്മാർട്ട് വർക്ക് മാത്രം. കാര്യം ഞാൻ പണ്ട് മുതലേ എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. കാര്യം ഞാൻ ഈ കൂടുതൽ ശരീരം ഇളക്കി അങ്ങനെ അത് പണിയണം ഇത് പണിയണം. കാര്യം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് എനിക്കില്ല. ഒരു സ്മാർട്ട് വർക്കിൽ ക്യാഷ് ഉണ്ടാക്കണം അല്ലെങ്കിൽ പൈസ ചെയ്യണം, അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നോക്കിയപ്പം കൊള്ളാം. അപ്പോൾ ഇനിഷ്യൽ കോസ്റ്റും അതൊക്കെ പിന്നെ ഏതൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് പോലെ തന്നെ അതൊക്കെ ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇൻട്രസ്റ്റ് ഇത് കൊള്ളാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ മൈൻഡിൽ ആലോചിച്ച് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് എങ്ങനെയൊക്കെ രീതിയിൽ അന്വേഷിച്ച് എടുത്ത് ലോൺ ചെയ്യുന്നവരുമായിട്ടൊക്കെ സംസാരിച്ചു എടുത്തുമൊക്കെയാണ് ഇങ്ങനൊരു സംഭവം നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു കല്യാണത്തിൻ്റെയൊക്കെ ഒരു കാര്യം പെട്ടെന്ന് ലവ് മാരേജ് ആയിരുന്നു, പെട്ടെന്ന് വന്നപ്പം ഇൻ്റർകാസ്റ്റ് റിലീജിയനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ പറ്റത്തോളം ഒരു വന്നപ്പോൾ എന്തെങ്കിലും ജോലി വേണ്ടേ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, ഇതൊക്കെ തന്നെയെന്ന് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് മൂവ് ഓൺ ചെയ്തതാണ് അതിനകത്ത്. പക്ഷെ അന്ന് നമ്മൾ ഒരിക്കലും ഇങ്ങനായി തീരുമെന്നോ ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് ഇത്രയും സംസാരിക്കുമെന്നോ ഒന്നുമില്ല, ഫുൾ ബ്ലാങ്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ 2021 ഞാൻ അങ്ങനെ ഒരു തുടങ്ങിയ സ്ഥാപനമാണ് ഇന്നിപ്പോൾ നമ്മൾ 7ാമത്തെ ബ്രാഞ്ചിലേക്ക് ഒരു മിനി ഫിനാൻസ് ബാങ്ക് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ തുടങ്ങിയതും 2021 ഞാൻ തുടങ്ങിയതും ഇന്നിപ്പോൾ 2026 തുടങ്ങാൻ പോകുന്നവരും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ ഇതല്ല, ഏത് സ്ഥാപനമാണെങ്കിലും അതിൻ്റെതായ കോമ്പറ്റീഷൻ അന്നത്തെ പോലല്ല, ഇന്ന് ഭയങ്കരമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗോൾഡ് ലോണിനെ സംബന്ധിച്ച് അന്നത്തെ റേറ്റ് അല്ല ഇന്നത്തെ റേറ്റ്. അന്ന് എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ പറഞ്ഞു വിടാം. ഇന്നിപ്പോൾ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ 5 ഗ്രാം കൊണ്ടുവരുന്നവരെ പറഞ്ഞു വിടാൻ പറ്റത്തുള്ളൂ. അന്ന് 50,000 ഉണ്ടെങ്കിൽ 5, 10, 15 ഗ്രാമുള്ളവരെ പറഞ്ഞു വിടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ നമുക്ക് ഈ അന്നത്തെ പോലെയല്ല, ഫണ്ടിങ് വീണ്ടും നമുക്ക് പുതിയൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ സച്ചിൻ ജീവിതത്തിൽ വിഷമിച്ച ഒത്തിരി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ വിഷമിച്ച ഘട്ടങ്ങൾ അതിനെങ്ങനെയാണ് ഓവർകം ചെയ്തത്? വിഷമിച്ച ഘട്ടം എന്ന് പറയുമ്പം ഒന്നല്ല, ഈവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അതിന് മുന്നേ എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നാലോചിച്ച് വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ എന്നല്ല, ഏതൊരാളുടെ ലൈഫിലും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ വിഷമം. ചിലവർക്ക് വീടില്ലാത്ത വിഷമം, ആഹാരമില്ലാത്ത വിഷമം, നല്ല ഉടുപ്പില്ലാത്ത വിഷമം, വണ്ടിയില്ലാത്ത വിഷമം, ഇതെല്ലാം ഉള്ളവർക്ക് അതിൻ്റെ അപ്പുറം എന്താണോ അതില്ലാത്ത. ഇപ്പോൾ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഐഫോൺ ഇല്ലാത്ത വിഷമം, ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ അതെടുക്കാത്ത വിഷമം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് വിഷമങ്ങളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, കുഴപ്പമില്ല, നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്ത് സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് പോകുന്നു. അപ്പം ഞാനാണെങ്കിൽ ആ ഒരു ഇവൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും അങ്ങനെ വീട്ടുകാരെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള എനിക്ക് കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നൊരു ഇതിലാണ് പണ്ട് മുതലുള്ളൊരിത്. അപ്പോൾ വീട്ടുകാരെ കൂടുതൽ അങ്ങനെ ഫിനാൻഷ്യലി ഞാൻ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോർണിംഗ് ടൈമിൽ
ഗുജറാത്തിൽ എഞ്ചിനീയർ പഠിക്കുന്ന സമയത്ത് മോർണിംഗ് ടൈമിൽ നമ്മൾ ഈവൻ പാലിടാനായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാലിടാൻ പോയും ഇവിടുത്തെ പോലല്ല, അത് അവിടെ വേറൊരു സെക്ടർ രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പാലിടാൻ പോയും ഈവൻ വണ്ടി കഴുകി കൊടുക്കുകയും അവിടെയൊക്കെ എന്ന് വെച്ചാൽ അത് നമ്മൾ ഫ്ലാറ്റിൽ ചെന്ന് അവർക്ക് പുറത്ത് കിടക്കുന്ന വണ്ടി നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒരു അവിടെ വേറൊരു രീതിയാണ്. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ വിഷമിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഒബ്വിയസ്ലി വിഷമിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളാ ചെയ്യുന്ന ജോലി ഞാൻ നല്ല രീതിയിൽ എന്താണോ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല. ഈ ഓരോ വിഷമവും ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസ അല്ലെങ്കിൽ മണി മേക്കിംഗ് എന്നൊരു സംഭവം മാത്രമേ എൻ്റെ മൈൻഡിലുള്ളൂ ആക്ച്വലി. അല്ലാതെ നമ്മൾ ഇത് ആ ഒരു ഇതിലേക്ക് ഞാൻ പോണില്ല. എന്ത് സംഭവം ചെയ്യുവാണെങ്കിലും പൈസ ഉണ്ടാക്കണം ആ ഒരൊറ്റ കാര്യമുള്ളൂ. അതെങ്ങനെയോ നമ്മുടെ മൈൻഡിൽ വന്നതാണ്. അത് വെച്ചിട്ടാണ് അവിടുന്ന് ഇവിടം വരെ എല്ലാം കൊണ്ടെത്തിച്ചതും. ആ ഒരു പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ടാണ്, ആ സമയത്തുള്ള പല സാധനങ്ങളും വിറ്റിട്ടാണ് നമ്മൾ ഈവൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് പോലും. വിഷമങ്ങൾ ഇഷ്ടം പോലെ പല രീതിയിൽ, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പല രീതിയിൽ. നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ ഇത് പറയണ്ട, ഈ ഒരു കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് എത്തിച്ചേർന്ന ഡെസ്റ്റിനേഷൻ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ അത് അങ്ങനെ ആയി പോയല്ലോ, അത് വിടുക. അതിൻ്റെ അടുത്ത സൊല്യൂഷൻ എന്താണോ അത് ആലോചിക്കാൻ മുന്നോട്ട് പോവുക. വിഷമിച്ചിരുന്ന് നമ്മൾ ആ ഒരു പോയിന്റിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ നല്ല ലൈഫാണെങ്കിലും ബിസിനസ് ആണെങ്കിലും വാട്ടെവർ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത് മൂവ് ഓൺ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ ഇതുവരെ മുന്നോട്ട് പോയതുമല്ല, ഇനി അങ്ങോട്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. വരുത്തുന്ന വിഷമം കിടക്കുന്നതുകൊണ്ട് വിഷമത്തിൽ നിന്ന് ഓവർകം ചെയ്തുകൊണ്ട് പുതിയ സാധനം വന്നാൽ അത്ര വലിയ കാര്യമല്ല. നമുക്ക് എല്ലാം വെൽ യൂസ്ഡ് ടു എന്ന രീതിയിൽ അങ്ങ് പോകും. ഇപ്പോൾ സച്ചിൻ 2021 ഇത് ക്യാപിറ്റൽ ഫിനാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറേ തോട്ടുകളുണ്ടാവും. ഇതൊക്കെ ചെയ്താലാണ് ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇവിടെയൊക്കെ ചെയ്യണം. പക്ഷെ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ പാളിപ്പോയ കാര്യങ്ങൾ അതെന്തൊക്കെയായിരുന്നു? ഗോൾഡ് ലോൺ ബിസിനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ടുണ്ട്, 2 പേരെ ഹയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഒരു 2-3-4 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നെന്ന് എനിക്ക് തോന്നി. കാര്യം കൊടുക്കാൻ സാലറി നമുക്ക് അത്ര സ്റ്റാർട്ടപ്പിൽ തുടങ്ങിയ സമയത്ത് തന്നെ ഒരു 1 വർഷമല്ല അതിൽ കൂടുതൽ നമ്മൾ നല്ല രീതിയിൽ ഇത് ചെയ്താണ് ഈവൻ നമ്മുടെ ആ ഒരു ടൈമിൽ റെൻറ്റും ഇലക്ട്രിസിറ്റി ബില്ലും കൊടുക്കാൻ തന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് എടുത്ത് കൊടുക്കാമെന്നുള്ളൊരു പാകത്തിൽ നമ്മളായി വന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ 2 സ്റ്റാഫിനെ വെച്ചപ്പം അതെൻ്റെ ഒരു ബാഡ് ഡിസിഷൻ ആയിരുന്നു. ആക്ച്വലി വെക്കണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് ഞാൻ വേറൊരു ജോലിക്ക് വരെ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ആ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമോശമായിരുന്നു. ഈ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഇത് നിർത്തിയാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ബാഡ് ഡിസിഷൻ ആയിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ ആ ഒരു തുടക്കത്തിൽ നമ്മൾ തന്നെ ഇരുന്ന് പയ്യെ ഇരിക്കുന്നതിന് മുന്നേ കാല് നീട്ടുക എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ തുടക്കത്തിലൊരു ആവേശം ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഓഫീസൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യണം, ഭയങ്കര രീതി ഇൻഫ്ര ഒക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അത് വെറും പൈസ പോകണം, ആ ഒരു എമൗണ്ട് വലിയ രീതി എമൗണ്ട് പോകണമെന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് വലിയ യൂസ് ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതും ഒരു ബാഡ് ഡിസിഷൻ. അതുകൊണ്ട് ഞാൻ അതും ചെയ്യാനായിട്ട് പോയില്ല. ഒരു നോർമലായിട്ടൊരു ചെറിയ രീതിയിൽ മാത്രമായിരുന്നു ഫസ്റ്റ് ഓഫീസൊക്കെ ചെയ്തത്. കാര്യം ഒന്ന് ഡെവലപ്പ് ആയതിന് ശേഷം നല്ലപോലെ ചെയ്യാം എന്നാലോചിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ല ഗുഡ് ഡിസിഷനും അതേപോലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ബാഡ് ഡിസിഷൻ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കതെല്ലാവർക്കും വരുന്നത് ആ ഒരു ആവശ്യത്തിൽ നമ്മൾ പലതും എന്താണോ തോന്നുന്നത് ആ ഒരു വെപ്രാളത്തിലും കാര്യത്തിലും നമുക്ക് മുന്നോട്ട് നമ്മൾ ആ ഒരു ജോബല്ലല്ലോ ബിസിനസ്, ഫുള്ള് നമ്മുടെ തലയുടെ അണ്ടറിൽ ഇരിക്കുകയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ ഫിനാൻസ് 7ാമത്തെ ബ്രാഞ്ചിലേക്ക് എത്തിയാണ്. അത് സക്സസ്ഫുള്ളായിട്ട് 2021 തുടങ്ങിയിട്ട് ഇവിടം വരെ. അപ്പോൾ എന്തെങ്കിലും സച്ചിൻ ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ ഈ ബിസിനസ്സിൽ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന ഒരാളായനെ അല്ലെ ഇന്ന ജോലി ചെയ്തേനെ, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പല ജോബ് ചെയ്തൊരു 3+3 ജോബ് ചെയ്തതിന് ശേഷം ഞാൻ ബിസിനസ്സിലോട്ട് ഇത് ചെയ്തത്. അപ്പം ഒന്നാമത്തെ കാര്യം 9 to 5 ജോബിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല. കാര്യം ഞങ്ങളുടെ ഫാമിലി മൊത്തം ഈ ഒരു 9 to 5 ജോബ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം എന്താണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ പണ്ട് മുതലേ ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ബുക്കും ഒക്കെ ഇങ്ങനെ വായിക്കുന്നതുകൊണ്ട് ഈ ബിസിനസ്സോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നത് ഭയങ്കരമായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരാൾ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമുക്ക് ഈ 9 to 5 ജോബാണെങ്കിൽ നമ്മുടെ ബിൽസ് മാത്രമേ പേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ബിസിനസ് ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആക്കാൻ പറ്റുമെന്ന് ഒരു കോട്ട് ഇതില്ല. അപ്പോൾ അതൊക്കെ ഞാൻ സീരീസ് കുറിച്ച് വെച്ച് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് റൂമിലൊക്കെ. അതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ്. നമ്മുടെ ആ ഒരു ഗ്രോത്ത് 9 to 5 ജോബും ഈ പറഞ്ഞ ബിസിനസ് തമ്മിൽ അത് ഭയങ്കര വ്യത്യാസമുള്ളൊരു കാര്യം തന്നെ.
ഞാൻ ആ ഒരു ടൈമിൽ 2019 എഞ്ചിനീയറിങ് കഴിഞ്ഞതിന് ശേഷം 1-2 ജോബ് ചെയ്തതിന് ശേഷം പുറത്തോട്ട് തന്നെ പോകാനായിട്ടിരുന്നത്, ഖത്തറിലോട്ട് പോകാനായിട്ട് തന്നെ ഇരുന്നതാണ്. ആ സമയത്ത് കൊറോണ വന്നതുകൊണ്ടാണ് അത് ക്യാൻസലായി, പോകാൻ പറ്റിയില്ല. അതൊന്നോർത്താൽ മേ ബി ദൈവത്തിൻ്റെ ഒരു ഇത് അങ്ങനെ നിന്നതുകൊണ്ടാണ് പിന്നെ ആലോചിച്ചും ചിന്തിച്ചും ഇതിനകത്തോട്ട് എത്തിച്ചേർന്നതും ഈ വഴിക്ക് പോയതും. ഈവൻ ഇത് ചെയ്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം നമ്മളിപ്പം അച്ഛനും അമ്മയും ഡോക്ടറാണെങ്കിൽ മക്കളും ഡോക്ടറായിരിക്കും, അച്ഛനും അമ്മയും വക്കീലാണെങ്കിൽ മക്കളും വക്കീലായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഫാമിലി പുറത്തായിരുന്നു. അപ്പം എന്നെയും കൊണ്ടുപോകാനുള്ള പ്ലാൻ തന്നെ ആയിരുന്നു. അതെന്തോ അന്ന് കൊറോണ കാരണം പോകാൻ പറ്റിയില്ല, നാട്ടിൽ തന്നെ നിന്ന് സ്റ്റക്കായി. പിന്നെ അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത് പിന്നെ ഇതിങ്ങനെയല്ല, ഗോഡ്സ് ഗ്രേസ് എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ സച്ചിൻ വളരെ ചെറുപ്പത്തിൽ ബിസിനസ്സിലേക്ക് എത്തി, ഒത്തിരി ക്രൈസിസിനെ മറികടന്നിട്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്ന് ഒത്തിരി യുവാക്കളാണെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ ഒത്തിരി നമ്മുടെ പേജുകളിലൊക്കെ ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് ബിസിനസ്സാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ടിപ്സ് എന്തെങ്കിലും തരാൻ പറ്റുമോ എന്നൊക്കെ. ഒത്തിരി യുവാക്കൾ ബിസിനസ്സിലേക്ക് എത്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബിസിനസ്സിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരോട് സച്ചിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? എൻ്റെ ഒരു ഓൺ തിങ് എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു ടൈമിലെ സിറ്റുവേഷൻ ആണ് ഞാൻ ഇതിനകത്തോടെ നമ്മളിത് പ്ലാൻ ചെയ്ത് എഴുതി കുറിച്ച് ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഇന്ന വിഷൻ അല്ലെങ്കിൽ ഇന്നടത്ത് എത്തി അങ്ങനെ ഒന്നുമല്ല. എൻ്റെ ആ ഒരു സമയത്ത് ഒരു സിറ്റുവേഷൻസാണ് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യനിലേക്ക് വന്നെത്തിച്ചത്. പിന്നെ എന്ത് ബിസിനസ് ചെയ്യാന്നുള്ളത് എൻ്റെ സാഹചര്യം. അന്ന് ആ സമയത്ത് ഞാൻ ഫിനാൻഷ്യലി പ്രശ്നമുള്ളത് കൊണ്ട് പലരുടെ നിന്നും ഗോൾഡ് മേടിച്ച് വെച്ച് എടുത്തു കൊടുക്കാനായിട്ട് അടുത്ത ആളുടെ നിന്ന് മേടിച്ച് വെച്ച് അത് കണ്ടിന്യൂറ്റി ആയപ്പം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഞാൻ എന്തോ സമയത്ത് മൈൻഡിൽ വരികയും ഇത് കൊള്ളാലോ, അങ്ങനെയാണ് ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചത്. ഇപ്പം മേ ബി ഞാൻ അന്ന് ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം പലരും, ഞാൻ നോർമലി പറയും, ഇപ്പം നമ്മളവിടെ ഭാഗത്ത് തന്നെയുള്ള പല ഗോൾഡ് ലോൺ സ്ഥാപനത്തിലും ഇരുന്ന സ്റ്റാഫുകൾ ഒരു 3, 4, 5 വർഷം ഇരുന്നിട്ട് ഇവരൊരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഇവർ സ്വന്തമായിട്ട് സ്ഥാപനം വേണം. ബിക്കോസ് ഓഫ് ഇവർക്ക് കാര്യം ഇരുന്നിരുന്ന സംഭവം മനസ്സിലായി. അത് ഇപ്പോൾ ട്രാവൽസിൽ ഇരുന്നവർ ഇതേപോലെ തന്നെ അങ്ങനെ അത് അവരുടെ സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും അല്ല, അവർക്കത് അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് മനസ്സിലായപ്പം അവർ തന്നെ എനിക്കിത് ഞാൻ സ്വന്തമായിട്ട് ചെയ്താലെന്താ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അങ്ങനെ പോയി ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ പുതിയ ഇതൊന്നും യുവാക്കളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റിസ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് ഭയങ്കര റിസ്കി എലമെൻ്റാണ്. അതിപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ കയ്യിൽ കുന്നോളം ഡെഡ് മണി കിടപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബാക്കപ്പിൽ ഇത്രയും ഫണ്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അത്രയും ഒരു എമൗണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു മില്യനെയർ അല്ലെങ്കിൽ ലക്ഷമുള്ള ആളാണ് അല്ലെങ്കിൽ കോടിപതിയാന്നൊക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ, ആർക്ക് എന്തും ചെയ്യാം, ഈവൻ പൈസ പോയാലും നമുക്ക് അത്രയ്ക്ക് കൊള്ളെന്ന് പറഞ്ഞാൽ. ഒരു ബിസിനസ് നമ്മൾ അത്ര ഇതായിട്ട് ഉള്ള ക്യാഷ് നമ്മൾ ഉണ്ടാക്കി വെച്ചൊക്കെ ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ടല്ലോ. എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല ഒരിക്കലും, എല്ലാവരുടെ ലൈഫ് ഒരിക്കലും ഒരുപോലെ ആയിരിക്കത്തില്ല. ചിലവർക്ക് ഫാമിലിയിൽ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും പിള്ളേരുടെ കേസ് വരുമ്പം നിങ്ങൾ ജോലി അവരുടെ ഒരു കർക്കശമായിട്ടുള്ള മാതാപിതാക്കളുണ്ടല്ലോ, അങ്ങനെ പോയാൽ മതി ഇങ്ങനെ പോയാൽ മതി, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പം റിസ്കി എലമെൻറ്റാണ്, അത് മെയിനായിട്ടുള്ളൊരു ഫാക്ടറാണ്. അത്ര റിസ്ക് എടുക്കാൻ പറ്റും, അല്ല നമ്മൾ കുറച്ചെത്തുമ്പോഴത്തേനും അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ശരിയാവത്തില്ല, അത്ര ഒരു ഗട്ട്സ് ഉണ്ട്, നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും. നല്ലൊരു ഗട്ട്സ് ഉള്ള ഒരാളാണെങ്കിൽ മാത്രം ഇതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിപ്പോൾ ഇതെന്നല്ല, ഈവൻ ഇപ്പം ഞാനിത് കഴിഞ്ഞിട്ട് ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഒരു 3 to 4 months മുന്നേ ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ ഷോപ്പാണെങ്കിൽ പോലും ആദ്യം എൻ്റെ ഒരു 1.5-2 lakhോളം ഞാൻ സാധനത്തിന് മാത്രം നമ്മൾ ചെയ്തത്. അപ്പം എനിക്ക് അതിൽ നിന്ന് പോലും ഞാൻ ഇതുവരെ ഒരു രൂപ പോലും എടുത്തിട്ടില്ല, എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാര്യം തീരണ സാധനം വീണ്ടും ഞാൻ ടോപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ബിസിനസ് തുടങ്ങി അടുത്ത മാസം എനിക്ക് അതിൻ്റെ റെൻറ്റ് കൊടുക്കാൻ പോലും ഞാൻ അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ആക്ച്വലി ഇപ്പോൾ തന്നെ 6 മാസമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. അവിടെ വേറെ സ്റ്റാഫില്ല, ഞാനും നമ്മുടെ ഫാമിലി നോക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമില്ലെന്ന് പറയും. ഇതിൽ സ്റ്റാഫിനും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ റെൻറ്റ് കൊടുക്കാൻ പറ്റൂ. ആ ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് പോലും 6 months ആയിട്ടും എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല. ഞാൻ കിട്ടുന്ന പൈസ വീണ്ടും ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ സാധനങ്ങൾ വീണ്ടും കയറ്റി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പം ഇന്ന് ഞാൻ ബിസിനസ് ഇട്ടു, അടുത്ത ദിവസം മുതൽ എനിക്ക് പ്രോഫിറ്റ്, ഒരു 6 മാസം കൊണ്ടേ പ്രോഫിറ്റ്, ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുകയുണ്ട്. ഏറ്റവും മാക്സിമം ഒരു 3 year, ഏറ്റവും മിനിമം ഒരു 1 year. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എങ്ങനെയാണ് ആ ഒരു കാലഘട്ടം, ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലോക്കൽ ഏരിയ എന്താണോ അതൊക്കെ ചുറ്റിപ്പറ്റിയിരിക്കും ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ ഈ കൊറോണ സമയത്ത് തിയേറ്റർ ആരെങ്കിലും ഇട്ടെന്ന് വെച്ചോ, കൊറോണയ്ക്ക് ഒരു 10 ദിവസം മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞ് കൊറോണ സ്റ്റാർട്ടായി, വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ സമയം OTT പ്ലാറ്റ്ഫോം ഏതെങ്കിലും ഇട്ട ഒരാൾ കയറി പോകാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും കയറി വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മെയിൻലി എന്ത് സംഭവിച്ചാലും എന്നെക്കൊണ്ട് പറ്റും, നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ആ ഒരു ഗട്ട്സ് വേണം.
ഒരു റിസ്ക് എടുക്കാനുള്ള ആ ഒരു മൈൻഡ് വേണം, ഒരു മെൻറ്റാലിറ്റി വേണം. ആദ്യം ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഏത് ബിസിനസ് ആണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ ആൾക്ക് ഓണായിട്ടുള്ള ടാലൻ്റ് ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ, അവർക്ക് അത് തന്നെ മേക്ക് ഓവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അങ്ങനെയും ഇപ്പം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരു കാർ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് കൺവിൻസ് ചെയ്താൽ മാത്രമേ ആ കാറ് ഉള്ള പാച്ച് വർക്ക് ഇല്ലെന്ന് നമ്മൾ വരുത്തി തീർക്കണം കസ്റ്റമറിൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുഴപ്പം. ഇതൊക്കെ വെറും ചെറിയ ആയിട്ടുള്ള ജെനറ്റിക്കലി കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ആ ഒരു സഹകരണം, ആ ഒരു കസ്റ്റമർ സർവീസും, ആടിനെ പട്ടിയാക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവം നമുക്കൊരു വായ്ത്താളം ഉണ്ടെന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് പിടിച്ച് നിൽക്കാവുന്ന കാര്യങ്ങൾ, പിടിച്ച് നമുക്ക് എന്തായാലും നിൽക്കാം. നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആയിട്ടൊരു സച്ചിൻ അല്ലെ ഒരു ചെറിയ പ്രായത്തിൽ ബിസിനസ് തുടങ്ങി വിജയിപ്പിച്ച ഒരാളേ അറിയുള്ളൂ. പക്ഷേ നമ്മൾ ഈ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒത്തിരി നഷ്ടപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സച്ചിന് നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ലോസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇട്ട് തന്ന മാലയാണെങ്കിലും കൊണ്ട് പണയം വെച്ചു, അതും ഒക്കാത്തതുകൊണ്ട് പിന്നെ വിറ്റു. വീട്ടിലൊരു കാറ് നമ്മൾ വിൽക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരുന്നു കാറാണെങ്കിലും. അന്നൊരു 2 പവൻ്റെ മാല കരുത്തി കിടക്കുന്ന നമുക്കൊരു പ്രൗഢിയൊക്കെ ആയിട്ട് നമ്മൾ സമയത്തൊക്കെ ഇറങ്ങി പോകാനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വിൽക്കേണ്ട വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ബിസിനസ് ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രോത്ത് നമുക്കതൊന്ന് കയറി വരാനായിട്ട് ചവിട്ടി നമ്മൾ അതേന്ന് പറഞ്ഞൊരു അത് ആക്ച്വലി നമ്മൾ ആദ്യത്തെ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ 9 to 5 ജോബ് തന്നെ ചെയ്യണം. സെൽഫ് എംപ്ലോയ്ഡ് തന്നെ നമ്മൾ, ബിസിനസ് മാൻ അല്ല. ഞാൻ ബിസിനസ് മാൻ ആയത് ഇപ്പോൾ ഒരു 6 to 7 month മുന്നേ ആക്ച്വലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും. ഞാൻ ഫുള്ള് ഓഫീസിൽ തന്നെ, എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സെൽഫ് എംപ്ലോയ്ഡാണ്. ബിസിനസ് മാൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മാൻ പവർ യൂസ് ചെയ്തിട്ട് എന്ന് ബിസിനസ് ചെയ്തു പോന്നോ അപ്പോഴാണ് ബിസിനസ് മാൻ ആവുന്നത്. ഞാൻ 9 മണി മുതൽ 5:30 വരെ ഓഫീസിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ബിസിനസ് മാൻ അല്ല, സെൽഫ് എംപ്ലോയ്ഡ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനൊരു 6-7 മാസം മുന്നെയാണ് അതിൽ നിന്ന് പുറത്തിറങ്ങിയത്. നമുക്ക് പേടിയാണ്, ലൈക്ക് അത് കണക്ക് ശരിയാണെന്നോ മറ്റേ ശരിയാണെന്നോ നോക്കണം, എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗ്രോത്തും കാണത്തില്ല. നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി പോകും. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്രോത്ത് ഉണ്ടാവാൻ പോണേന്നും ഇതും ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഒരാൾ പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെ ഓരോന്ന് ഞാൻ റെഫർ ചെയ്തിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടേണിംഗ് പോയിന്റിൽ ഇത് 3ാമത്തെ തവണയാണ് ഇപ്പോൾ സച്ചിൻ ഈ ഹോട്ട് സീറ്റിൽ വരുന്നത്. അതെ. ഇനി അടുത്ത വട്ടം നമ്മൾ ഈ ഹോട്ട് സീറ്റിൽ വരുമ്പോൾ എന്തായിരിക്കും സച്ചിനും അതുപോലെ ക്യാപിറ്റൽ ഫിനാൻസും എവിടെ വരെ എത്തിയിരിക്കും? ക്യാപിറ്റൽ ഫിനാൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ കൊല്ലത്താണ്. നമ്മൾ ഒരു 6 ബ്രാഞ്ച്, അവിടെ ഒരു 10 ബ്രാഞ്ച് ഇടണം, എന്നിട്ട് അടുത്ത ജില്ലയിലേക്ക് നോക്കണമെന്നാണ് നമ്മുടെ മൈൻഡിലിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മിനി സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം. അപ്പം ഞാൻ അവിടെ നമ്മൾ ചിപ്സിൻ്റെ മാത്രം ഒരു സ്മാൾ സ്കെയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ഫുഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ ദുബായിലോട്ട് പുറത്തോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുക. അപ്പോൾ അവിടുത്തെ ലൈസൻസിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ ഫിസിക്കൽ സ്റ്റോർ എടുത്തിട്ട് ഫസ്റ്റിൽ നമ്മൾ റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ മെല്ലെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാനുള്ള പരിപാടി നിൽക്കുക ക്യാപിറ്റൽ ഫുഡ്സ്. അപ്പം അടുത്തോടെ മേ ബി വരുമ്പം ആസ് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ ഫുഡ്സ് അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ നോക്കുന്നു. പിന്നെ അടുത്ത വട്ടം നമ്മൾ ടേണിംഗ് പോയിന്റ് ഈ ഹോട്ട് സീറ്റിൽ സച്ചിൻ എത്തുമ്പോൾ ഈ ഒരു എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ സാധ്യമാക്കിയിട്ടായിരിക്കും എത്തുക എന്ന് നമുക്കും വിശ്വാസമുണ്ട്, അതുപോലെ സച്ചിനും പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു.